നമ്മളെ കോഴിക്കോടുകാർ സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മളെ അമ്മായിമ്മമാരൊക്കെ പുയ്യാപ്ലാനെ സൽക്കരിക്കാൻ എടുക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. കോഴി നിറച്ചതും കണ്ണച്ച പത്തിരി. അതിപ്പോൾ നമുക്കൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ലൈവ് അടിച്ചു തരുന്നതാണ്. ചൂട് അടിപൊളി ചൂടായിട്ട് കിട്ടുന്നതുകൊണ്ട് കഴിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. തുടക്കത്തിൽ നോക്കട്ടെ, ടേസ്റ്റ് അടിച്ചു നോക്കട്ടെ. പൊള്ളി. ഇത് ഓർഡർ ചെയ്താലിതാ ഇങ്ങനെ ലൈവായിട്ട്. ഇത് നമ്മൾ ബ്രോയിലർ ചിക്കൻ അല്ല കേട്ടോ അവർ ചെയ്യുന്നത്, നമ്മളെ സ്പ്രിങ് കോഴിയില്ലേ, അപ്പോൾ അത് ആദ്യം ഫ്രൈ ചെയ്ത് അതിൽ എഗ്ഗൊക്കെ ഫില്ല് ചെയ്ത് ഇതേപോലെ ഇങ്ങോട്ട് മസാല അടിച്ചങ്ങോട്ട് തരും. ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴേ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സ്പോട്ട് ഞാൻ പറയാൻ വിട്ടു. നമ്മുടെ കോഴിക്കോട് കാരപ്പറമ്പുള്ള AVR ബിരിയാണി കമ്പനി ഇല്ല, നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്ന സ്പോട്ട് തന്നെ. അപ്പോൾ അവിടെ ഇപ്പോൾ രാത്രി ഇങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കണ്ണച്ച പത്തിരി. പിന്നെ കണ്ണെവിടെ മൂക്കവിടെ ഒന്നുമില്ല, ഇതൊരു പത്തിരിൻ്റെ ഒരു പേരെങ്ങനെയാണ്, കണ്ണച്ച പത്തിരി കോഴി നിറച്ചോ. അതൊരു വെറൈറ്റി കോംബോ ആണ്. പിന്നെ ചൂടായതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പോലത്തെ മസാലയും നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ ബ്രോയിലർ ചിക്കൻ്റെ മാതിരി വലിയ എന്താ പറയുക ഇറച്ചിയൊന്നും സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന 1-2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടം ഏറ്റവും മസാല. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ആയിട്ട് തരുന്നത് ആ ഒരു സ്റ്റൂ ഉണ്ട് മക്കളെ. അവർ നെയ്ച്ചോറിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ്, ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി മൂപ്പര് അനീഷ് ഭായി പറഞ്ഞിരുന്നു ഈ ഒരു കണ്ണച്ചപ്പത്തിരിൻ്റെ കൂടെ കോംബോ ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി സ്റ്റൂ ആട്ടോ അത്. എപ്പോഴും ഇതിൽ വരുമ്പോൾ നെയ്ച്ചോറിനോട് കഴിച്ചു നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ ഈ കോഴി നിറച്ചതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ടാവുള്ളത്, അപ്പോൾ അതിപ്പോൾ കിട്ടി. നല്ല ചൂടായ നേരത്തെ പൊളിച്ചും കൂടി കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനും വൈഫും കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു മുട്ടേൻ്റെ കഷ്ണം കൊണ്ട് എടുത്ത്, ഇതൊക്കെയാണ് നമ്മളെ വയ്യാപ്പളമാരെ സൽക്കരിക്കുന്ന പരിപാടികൾ. സ്ട്രോങ് ആയി നിൽക്കണ്ട. അപ്പോൾ കുറച്ച് മസാല അരച്ച് കണ്ണച്ചപ്പത്തിരി അതും കൂടി ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് കഴിക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ രാത്രിയൊക്കെ അങ്ങനത്തെ പോയിട്ട് അടിക്കാൻ തോന്നുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടാൽ നമ്മളെ കോഴിക്കോട് കാരപ്പുറം പാട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് കോഴിയാറുണ്ട് എല്ലാം അടക്കം. നമുക്ക് എല്ലാം ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാടയൊക്കെ കഴിക്കൂലേ അതേപോലെ കഴിക്കാം. ഈ ഒരു മസാല നോക്കി വെക്കണം, അടിപൊളി സാധനം കേട്ടോ. അവസാനം അതിൻ്റെ മുകളിൽ ഒരു കട്ടനും എല്ലാം കൂടി അടിച്ച്, ഞങ്ങൾ വേറെയും കുറേ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ പേജിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കട്ടനും അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാത്രി ബിരിയാണി ദം പൊട്ടിക്കണം, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോൾ സ്പോട്ട് ഞാൻ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു. നമ്മളെ കോഴിക്കോട് ആ കാണുന്ന കാരപ്പറമ്പ് ജംഗ്ഷനാണ് കാണുന്നത്. അവിടെ നിന്ന് ഈസിയിലേ പോകുന്ന റോഡ്, അവിടെ നേരെ ആ സ്കൂളിലേക്ക് മുമ്പിലായിട്ട് AVR ബിരിയാണി കമ്പനിയുള്ള ബോർഡ് കാണാം. ഓക്കെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.